ഒരു ഭീരുത്വം പ്രകടിപ്പിക്കുകയാണ് പാകിസ്ഥാൻ ഇപ്പോൾ അതിർത്തിയിൽ എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ ദൃശ്യങ്ങൾ. സാധാരണക്കാർക്ക് നേരെ അക്രമം അഴിച്ചുവിട്ടിരിക്കുകയാണ് പാകിസ്ഥാൻ സൈനികർ. ഷെല്ലാക്രമണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യയുടെ സർജിക്കൽ സ്ട്രൈക്കിൽ ഒരു സൈനികന് പോലും ജീവഹാനി സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ്. പാകിസ്ഥാന്റെ ഒരു സൈനികർക്ക് നേരെയും ഇന്ത്യ ആക്രമണം നടത്തിയിട്ടില്ല. കൃത്യമായിട്ട് ടാർഗറ്റ് ചെയ്ത് ഭീകര ക്യാമ്പുകളാണ്. അത് എണ്ണി ഭീകര ക്യാമ്പുകൾ തകർക്കുകയായിരുന്നു. 25 മിനിറ്റ് സമയത്തെ കൃത്യമായ ആസൂത്രണത്തോടു കൂടിയുള്ള ടാർഗറ്റഡ് അറ്റാക്ക് തന്നെയാണ് ഇന്ത്യ നടത്തിയത്. അത് പരിമിതമായിരുന്നു. അതുപോലെ തന്നെ ഉത്തരവാദിത്തത്തോടു കൂടി തന്നെയാണ് ചെയ്തത്. ഉത്തരവാദിത്തം എന്ന് പറയുമ്പോൾ അത് സമീപത്തുള്ള ഒരു സിവിലിയൻ ഏരിയയും ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു സ്ഥലത്തും എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഡാമേജ് ഉണ്ടാക്കരുത് എന്നുള്ള നിർബന്ധം ഇന്ത്യക്ക് ഉണ്ടായിരുന്നു. അത് പ്രകാരമാണ്. ഒരു തെളിവും ഇതുവരെ പാകിസ്ഥാന് പുറത്തുവിടുവാനും കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ പലയിടങ്ങളിൽ കോട്ട്ലി, ഗുൽപൂർ അവിടെ ഇന്ത്യ നടത്തിയ മിസൈൽ ആക്രമണത്തിന്റെ സാറ്റലൈറ്റ് ഇമേജാണ് ഇപ്പോൾ കാണുന്നത്. ഇത് ഇന്ത്യ പുറത്തുവിട്ടതാണ്. രാവിലെ പുറത്തുവിട്ടതിനേക്കാൾ കൂടുതൽ ദൃശ്യങ്ങൾ ഇന്ത്യ ഉച്ചയ്ക്ക് ശേഷം പുറത്തുവിട്ടിരുന്നു. അങ്ങനെ ഓരോ സ്ഥലത്തും എവിടെയാണ് ടാർഗറ്റ് ചെയ്തത്, ആ ഭീകര ക്യാമ്പുകൾ ആക്രമണത്തിന് മുമ്പ് എങ്ങനെയായിരുന്നു, ആക്രമണത്തിന് ശേഷം അതിന്റെ സാറ്റലൈറ്റ് ദൃശ്യം എങ്ങനെയാണ് എന്നത്, അതായത് പൂർണ്ണമായിട്ടും തുടച്ചു നീക്കപ്പെട്ടിരിക്കുകയാണ് ആ ക്യാമ്പുകൾ ഓരോ സ്ഥലത്തു നിന്നും. കോട്ട്ലിയിലെ ദൃശ്യമാണ് ഈ കണ്ടത്. ആക്രമണത്തിന് മുൻപും ഇന്ത്യയുടെ സർജിക്കൽ സ്ട്രൈക്കിന് മുമ്പും അതിനുശേഷവും ഉള്ള ദൃശ്യങ്ങൾ ഇന്ത്യ കൃത്യമായിട്ട് വ്യക്തതയോടുകൂടി തന്നെ മുരിഡ്കെ ലഷ്കർ ഇ തോയ്ബയുടെ കേന്ദ്രമായിട്ട് അറിയപ്പെട്ടിരുന്ന സ്ഥലമാണ് മുരിഡ്കെ. അവിടെ ഇന്ത്യയുടെ മിസൈൽ ആക്രമണത്തിൽ തകർന്ന് തരിപ്പണമായി പോയി ഭീകരരുടെ ക്യാമ്പുകൾ. മുംബൈ ഭീകരാക്രമണത്തിന് വേണ്ടി ഭീകരരെ അവിടെ പരിശീലിപ്പിച്ച് വളർത്തിയതാണ്. അവരെ ഇന്ത്യയിലേക്ക് പറഞ്ഞയച്ചത് ആ ക്യാമ്പിൽ നിന്നായിരുന്നു. സവായ് നല്ലയിലെ ക്യാമ്പിൽ ബഹവാൽപൂർ ഇവിടെയാണ് ഏറ്റവും വലിയ ആക്രമണം. അതായത് ജെയ്ഷെ മുഹമ്മദിന്റെ കേന്ദ്രം അവിടെയാണ്. മൗലാന മസൂദ് അസറിന്റെ കേന്ദ്രം അവിടെയാണ് ഇന്ത്യ മിസൈൽ ആക്രമണം നടത്തിയത്. ബിംബർ ഇത് പാക് അധീന കശ്മീരിലെ സ്ഥലമാണ്. മെഹ്മൂന ജോയ ഇവിടെയും ഇന്ത്യയുടെ മിസൈൽ ആക്രമണത്തിന്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. അങ്ങനെ കൃത്യമായിട്ട് ശ്രീ വേണുഗോപാൽ, ഇതിനേക്കാൾ കൃത്യതയോടെയുള്ള ദൃശ്യങ്ങൾ തെളിവ് സഹിതം പുറത്തുവിടേണ്ട ആവശ്യമില്ലല്ലോ. ഇത് ലോകത്തിന് മുന്നിൽ ഇന്ത്യ കാണിച്ചു കൊടുത്തതാണ് ഇന്ത്യയുടെ ടാർഗറ്റ് എവിടെയൊക്കെ ആയിരുന്നു എന്ന്, അല്ലേ? അതെ, ഇത് ഇന്ത്യ ഇത് ഉദ്ദേശിച്ചത് തന്നെ ഭാവിയിൽ പാകിസ്ഥാൻ പറയാൻ സാധ്യതയുള്ളത് അവരുടെ ജനസാന്ദ്രതമായ കേന്ദ്രങ്ങളെ നമ്മൾ രാത്രി അവർ ഉറങ്ങിക്കിടക്കുമ്പോൾ ആക്രമിച്ചു എന്നാണ് അവരുണ്ടാക്കാൻ പോകുന്ന ഒരു സ്ക്രിപ്റ്റ്. എഴുതി കഴിഞ്ഞു. അത് ഏറ്റവും രസകരമായ കാര്യം, ചൈനയും കൂടെ ഇതിനോട് യോജിച്ചുകൊണ്ട് പ്രസ്താവന അടിക്കുകയുണ്ടായി. അപ്പോൾ ഇന്ത്യൻ അംബാസിഡർ, ചൈനയിലെ ഇന്ത്യൻ സ്ഥാനപതി അവരുടെ വക്താക്കളോട് വ്യക്തമായി പറയുകയുണ്ടായി, പാകിസ്ഥാൻ സൃഷ്ടിക്കുന്ന ഈ ഫാൾസ് നെറേറ്റീവിന് നിങ്ങൾ കൂട്ടുനിൽക്കരുത് എന്ന് വളരെ വ്യക്തമായിട്ട് ഇന്നത് പറയുകയുണ്ടായി. അപ്പോൾ പാകിസ്ഥാനും ചൈനയും ചേർന്ന് വേറൊരു നെറേറ്റീവ് ഉണ്ടാക്കും എന്ന് ഇന്ത്യക്ക് ബോധ്യമുള്ളതുകൊണ്ടാണ് നമ്മൾ പിക്ചർ സഹിതം ഇത് കാണിക്കുന്നത്. ഇതെല്ലാം ടെറർ കേന്ദ്രങ്ങളായിരുന്നു എന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത്. അതുതന്നെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നതും. പക്ഷേ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ ജനസാന്ദ്രത കേന്ദ്രങ്ങൾ ആക്രമിച്ചതുപോലെ ഞങ്ങൾ 15 പേരെ ഇപ്പോൾ ആക്രമിച്ചു എന്നുള്ളൊരു നുണപ്രചരണം നടത്താനാണ് ഇപ്പോൾ അവർ ശ്രമിക്കുക. അത് നമ്മൾ പൊളിച്ചെഴുതേണ്ടതുണ്ട്. ഇത് തീർച്ചയായിട്ടും പഹൽഗാമിൽ ഭീകരർ നടത്തിയ ആക്രമണം ആണെങ്കിൽ ഇത് പാകിസ്ഥാൻ്റെ ആർമി പിന്നെ നമ്മുടെ ജനങ്ങൾക്ക് നേരെ നടത്തിയ ഒരു ആക്രമണമാണ്. ഇത് രണ്ടും ടെററിസം തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ പാകിസ്ഥാൻ ഒരു ടെറർ രാഷ്ട്രമാണ് എന്ന് സ്ഥാപിക്കുന്ന വിധത്തിൽ ഒരു ഡിപ്ലോമാറ്റിക് മൂവ്മെൻറ്റ് നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടിയിരിക്കുന്നു. അതായത് പാകിസ്ഥാനെ അല്ല ഞങ്ങൾ ആക്രമിച്ചത്, ടെററിസ്ഥാനെയാണ് എന്ന് ഇന്ത്യ വ്യക്തമാക്കി കഴിഞ്ഞിട്ടുള്ളതാണ്. കാരണം പാകിസ്ഥാനെതിരെ അല്ല ഇന്ത്യ, പാകിസ്ഥാൻ ജനതയ്ക്കെതിരെ ഇന്ത്യ പ്രവർത്തിച്ചിട്ടില്ല. പക്ഷേ അവിടെ ഭീകരത വളർത്തുന്ന പാകിസ്ഥാന്റെ നിലപാട് അത് തള്ളിപ്പറയുവാൻ പാകിസ്ഥാൻ ശ്രമിക്കാത്തത് ഇതിന് എണ്ണിയുള്ള മറുപടിയാണ് ഇന്ത്യയുടെ. ഒപ്പം ഈ ഖ്വാജ ആസിഫിന്റെ ഭാഗത്ത് നിന്ന് വീണ്ടും പ്രതികരണം ഉണ്ടാവുകയാണ്. അദ്ദേഹം പറയുന്നത് ന്യൂക്ലിയർ കോൺഫെഡറേഷൻ ഇഫ് ഇന്ത്യ കണ്ടിന്യൂസ് ദ എസ്കലേറ്റ് എന്നുള്ളതാണ്. അതായത്
അദ്ദേഹം നേരത്തെ ആരംഭിച്ചതാണ് ഈ ന്യൂക്ലിയർ വെപ്പണുകൾ കാണിച്ചുള്ള അതിന് ആണവായുധം- മടിക്കില്ല, ആണവായുധം പ്രയോഗിക്കുക തന്നെ ചെയ്യും. ആവർത്തിച്ച് Yes, പറയുക. അത് പാകിസ്ഥാൻ മീഡിയകളാണ് ഇപ്പോൾ ഇത് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഖ്വാജ ആസിഫാണ് ഈ രംഗം കൂടുതൽ വഷളാക്കിയത്. ഖ്വാജ ആസിഫിന്റെ പ്രകോപനപരമായ ഒട്ടേറെ പ്രസ്താവനകളാണ് പഹൽഗാം ആക്രമണത്തിന് ശേഷം വന്നത്. ഇതേ ഖ്വാജ ആസിഫ് തന്നെ സമ്മതിക്കുകയായിരുന്നു ഭീകരതയെ പാലൂട്ടി വളർത്തുന്നവരായിരുന്നു പാകിസ്ഥാൻ എന്ന്. പക്ഷേ അതിനുശേഷം ഖ്വാജ ആസിഫ് പറഞ്ഞത് അമേരിക്കയ്ക്ക് വേണ്ടിയും പാശ്ചാത്യ രാജ്യങ്ങൾക്ക് വേണ്ടിയുമാണ് ഇത് ചെയ്തത് എന്നും ഇപ്പോൾ അങ്ങനെ ഇല്ല എന്നുമാണ്. പക്ഷേ അതൊരു കുറ്റസമ്മതം തന്നെയായിരുന്നുവല്ലോ. അതിന് കഴിഞ്ഞ് ഇങ്ങോട്ട് ഖ്വാജ ആസിഫിന്റെയും അതുപോലെ തന്നെ പാകിസ്ഥാന്റെ വിദേശമന്ത്രിയുടെയും അദ്ദേഹം തന്നെയാണല്ലോ ഉപപ്രധാനമന്ത്രി, വിദേശമന്ത്രി തന്നെ, അദ്ദേഹത്തിന്റെയും ഒക്കെ ഭാഗത്ത് നിന്ന് എത്രത്തോളം പ്രകോപനപരമായ കാര്യങ്ങളാണ് വന്നുകൊണ്ടിരുന്നത്. അതുമായി തന്നെയാണ് ചേർത്ത് വെക്കേണ്ടത് ഇന്നത്തെ ദൃശ്യങ്ങൾ. ഉപപ്രധാനമന്ത്രി ഇഷാഖ് ദറിന്റെ ഭാഗത്ത് നിന്ന് അതായത് 3 പതിറ്റാണ്ടായി അവിടെ ഭീകരവാദ പ്രവർത്തനങ്ങൾ നടക്കുന്നു. അതിന്റെ നേതൃനിരയിൽ ഉള്ളവർ ഇപ്പോൾ നമ്മൾ നേരത്തെയൊക്കെ റിപ്പോർട്ട് ചെയ്തതാണ് ആരൊക്കെയാണ് ഈ പറയുന്ന ഭീകരവാദികൾ, അവർ എന്തൊക്കെ ഭീകരവാദ പ്രവർത്തനങ്ങളാണ്, വിമാന റാഞ്ചൽ അടക്കമുള്ള വിഷയങ്ങൾ അടക്കം നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ്. അതിന്റെ തുടർച്ചയായി തന്നെയാണ് അവരുടെ കുടുംബാംഗങ്ങൾ അല്ലെങ്കിൽ ഈ തീവ്രവാദ ക്യാമ്പുകളിൽ ആക്രമണം നടന്ന് അവിടെ കൊല്ലപ്പെട്ടവരുടെ സംസ്കാര ചടങ്ങിലടക്കം സൈനിക നേതൃത്വത്തിൽ ഉള്ളവർ പങ്കെടുക്കുന്നു. കൗതുകകരമായ ഒരു കാര്യം എന്ന് പറയുന്നത് മൗലാന മസൂദ് അസർ പാകിസ്ഥാനിൽ ഉണ്ട് എന്ന കാര്യം പോലും പാകിസ്ഥാൻ ഇതുവരെ സമ്മതിച്ചിട്ടില്ല എന്നതാണ്. പക്ഷേ അവിടെ ഇന്ന് ഈ ആക്രമണം നടന്നതിന് ശേഷം വന്ന ദൃശ്യങ്ങളിൽ അവിടുത്തെ ആ പ്രദേശത്തുള്ള ഒരാൾ സംസാരിക്കുന്നത് കൃത്യമായിരുന്നു. പറയുന്നുണ്ടായിരുന്നു മൗലാന മസൂദ് അസറിന്റെ വീടാണ് ആക്രമിക്കപ്പെട്ടത്. യെസ്, എവിടെയാണ് പാക് സൈന്യം എന്നാണ് ചോദിക്കുന്നത്. അതായത് സുരക്ഷ ഒരുക്കേണ്ട പാക് സൈന്യം എവിടെ പോയി എന്നതിൽ നിന്ന് തന്നെ വളരെ കൃത്യമാണ്. അവിടുത്തെ തീവ്രവാദ ശക്തികൾക്ക്, തീവ്രവാദികൾക്ക് കവചം ഒരുക്കുന്നത് പാകിസ്ഥാനിലെ സേനാ വിഭാഗങ്ങളാണ്, അവിടുത്തെ ഭരണകൂടമാണ്, അവിടുത്തെ രഹസ്യാന്വേഷണ വിഭാഗങ്ങൾ ആണ്. അപ്പോഴും പാകിസ്ഥാൻ അന്താരാഷ്ട്ര വേദികളിൽ ആവർത്തിച്ചുകൊണ്ടേ ഇരിക്കുന്നു ഞങ്ങൾക്ക് ഭീകരവാദവുമായി ബന്ധമില്ല എന്ന്. ഒപ്പം നേരത്തെ തന്നെ ഒരുപക്ഷെ ഈ യുദ്ധതന്ത്രത്തിൽ ഒക്കെ ഏറ്റവും ഒരു കാരണവശാലും പറയാൻ പാടില്ലാത്ത ഒന്നാണ് ആണവായുധങ്ങൾ ഞങ്ങൾ പ്രയോഗിക്കുമെന്നുള്ളത്. ഐക്യരാഷ്ട്രസഭയിലെ സുരക്ഷാ കൗൺസിലിൽ അടക്കം അതിൽ ലോകരാജ്യങ്ങൾ വലിയ ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു. എന്തുകൊണ്ട് അങ്ങനെ ഒരു പരാമർശമുണ്ടായി? അതായത് ഞങ്ങൾക്ക് പങ്കില്ല എന്ന് പറയുന്നു, ഞങ്ങൾ ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്ന് പറയുന്നു, പക്ഷേ ഏതെങ്കിലും തരത്തിൽ സംഘർഷം ഉണ്ടായാൽ ഞങ്ങൾ ഉടനെ ആണവായുധം പ്രയോഗിക്കുമെന്ന് ആവർത്തിച്ച് പറയുന്നതിനെയൊക്കെ ആശങ്കപ്പെടുത്തിയതുമാണ്. വിരോധാഭാസം എന്ന് പറയുന്നത് UN സെക്യൂരിറ്റി കൗൺസിലിലെ ഒരു നോൺ പെർമനന്റ് മെമ്പറായിട്ട് പാകിസ്ഥാൻ നിൽക്കുമ്പോഴാണ് പാകിസ്ഥാൻ ലോകത്തെ ഒരു രാഷ്ട്രവും പറയാത്ത ഒരു മെസ്സേജ് ലോകത്തിന് നൽകുന്നത്. ഞങ്ങൾ അണവായുധം പ്രയോഗിക്കും. അത് ശരിക്കും പറഞ്ഞാൽ ഈ ലോകത്തെ ഒരു ജനതയ്ക്കും ഒരു രാഷ്ട്രത്തിനും അംഗീകരിക്കാൻ കഴിയാത്തതാണ്. ഇന്ത്യ ആദ്യമായിട്ട് ആവശ്യപ്പെടേണ്ടത് എനിക്ക് തോന്നുന്നത് ഇത്തരത്തിൽ ജൽപ്പനങ്ങൾ നടത്തുന്നവരെ UN സെക്യൂരിറ്റി കൗൺസിലിൽ പോലും ഇരുത്താൻ പാടില്ല എന്നുള്ളതാണ്. കാരണം അത്രയ്ക്ക് നിരുത്തരവാദപരമായി UN സെക്യൂരിറ്റി കൗൺസിലിൻ്റെ എല്ലാവിധ സാങ്ക്ടിറ്റിയെയും ചോദ്യം ചെയ്യുന്ന വിധത്തിലാണ് പാകിസ്ഥാൻ. അതായത് ഐക്യരാഷ്ട്രസഭയുടെ രക്ഷാസമിതിയിൽ താൽക്കാലിക അംഗമായിട്ടാണെങ്കിൽ പോലും പാകിസ്ഥാൻ ഇരിക്കുവാനുള്ള യോഗ്യതയില്ല. 2026 വരെ പാകിസ്ഥാന് കാലാവധിയുണ്ട്. അത് റൊട്ടേറ്റിംഗ് ആണല്ലോ. അപ്പോൾ ഇത് ആ കാലാവധി തീരുന്നവരെ, അതുകൊണ്ടാണ് പാകിസ്ഥാൻ ഇപ്പോൾ കൂടുതൽ കാര്യങ്ങൾ ഈ UN സെക്യൂരിറ്റി കൗൺസിലേക്ക് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത്. കാരണം അവിടെ ആകുമ്പോൾ ഇന്ത്യ ഇല്ല, ഇപ്പോൾ ഇന്ത്യ അതിൽ മെമ്പറല്ല. അപ്പൊ ഇന്ത്യക്ക് അത് മാത്രമല്ല, അതിൽ മറ്റൊരു കാര്യം കൂടി ഉണ്ട്. ഈ TRF ആണ് പഹൽഗാമിൽ ആക്രമണം നടത്തിയത്, റെസിസ്റ്റന്റ് ഫ്രണ്ട് അവരാണ് നടത്തിയത് എന്നുള്ള കാര്യം അവർ തന്നെ സമ്മതിച്ചതാണ്. അത് കഴിഞ്ഞ് അവരുടെ പേര് ഐക്യരാഷ്ട്രസഭയുടെ പ്രമേയത്തിൽ വന്നില്ല. അത് ചൈനയുടെ സമ്മർദ്ദത്താൽ അത് മാറ്റപ്പെട്ടതാണ് എന്ന രീതിയിലായിരുന്നല്ലോ വാർത്തകൾ. പക്ഷെ പിന്നീട് പാകിസ്ഥാൻ തന്നെ സമ്മതിക്കുകയായിരുന്നു. ന്യായമായി പറഞ്ഞത് പിന്നീട് TRF അവരെ ഹാക്ക് ചെയ്തതാണ്, ഞങ്ങളല്ല എന്ന തരത്തിൽ TRF പറഞ്ഞു. പക്ഷെ പാകിസ്ഥാൻ പിന്നീട് സമ്മതിക്കും. പാകിസ്ഥാൻ പറഞ്ഞു ഞങ്ങളുടെ സമ്മർദ്ദം വഴിയാണ് ഐക്യരാഷ്ട്രസഭയുടെ ഈ പ്രസ്താവനയിൽ നിന്ന് ഈ പേര് മാറ്റിയത്, TRFന്റെ പേര് മാറ്റിയത് എന്നുള്ള കാര്യം പാകിസ്ഥാൻ തന്നെ സമ്മതിക്കുകയായിരുന്നു, അല്ലേ? അതെ, പാകിസ്ഥാന്റെ എപ്പോഴത്തെയും ഉദ്ദേശം ഇത്തരത്തിൽ നുണ പറഞ്ഞുകൊണ്ടിരിക്കുക, അതിനെ ഇന്ത്യ ഡിഫെൻഡ് ചെയ്ത് സമയം കളയുക. അപ്പോൾ നമ്മുടെ നമ്മൾ കാണിക്കുന്ന എല്ലാ തെറ്റുകളും അതിൽ മൂടപ്പെടും എന്നുള്ളതാണ്. അപ്പോൾ അതിനെ മറനീക്കി കൊണ്ടുവരിക ഇച്ചിരി ക്ലേശം തന്നെയാണ്. ഇപ്പോൾ ഒരാൾ വെറുതെ പറയുകയാണ് എന്നതാ കൊല്ലാൻ ശ്രമിച്ചു അയ്യോ എന്ന് പറഞ്ഞ് താഴെ വീണാൽ നമുക്ക് പെട്ടെന്ന് പറയാൻ ഒക്കില്ല അതെന്താണ് സംഭവിച്ചതെന്നുള്ളത്. പിന്നെ അതിൻ്റെ പുറകെ നമ്മൾ നടന്ന് ഇന്ന കാരണങ്ങളാണ്, അയാൾ ഒരു നാടകം കാണിച്ചതാണെന്ന് നമ്മൾ മറ്റുള്ളവരെ തെളിയിക്കുന്ന ഒരു ബാധ്യത നമുക്ക് വന്നു ചേരുകയാണ്. ഏതാണ്ട് അതുപോലെയാണ് പാകിസ്ഥാൻ ഇപ്പോൾ ഓരോ പ്രവൃത്തിയിലും ലോകരാഷ്ട്രങ്ങളോട്
സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അത് നുണപ്രചാരണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രചാരണത്തിന് ഗുട്ടറസ് കൂടെ കൂട്ടുനിൽക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും ദയനീയമായ. അല്ലെങ്കിൽ ഐക്യരാഷ്ട്രസഭയിൽ നിന്ന് അങ്ങനെ വലിയൊരു ഐക്യരാഷ്ട്രസഭ എടുക്കുന്ന കാര്യങ്ങൾ അത് ഒരു എന്താണ് ഒരു സമാധാനത്തിന് വേണ്ടിയുള്ളതാണോ എന്നോ അല്ലെങ്കിൽ ഇത്തരത്തിൽ കാര്യങ്ങളിൽ ഇടപെടുന്നതിൽ ഐക്യരാഷ്ട്രസഭയ്ക്ക് ഒരു ആർജവത്വമുണ്ടോ എന്നൊക്കെ ഇപ്പോൾ പറയാൻ ബുദ്ധിമുട്ടുമാണല്ലോ. അതുകൊണ്ടാണ് പിന്നെ അമേരിക്ക ഇപ്പോഴെത്തിരിക്കുന്ന സ്റ്റാൻഡ്, പ്രത്യേകിച്ച് ട്രംപ് എടുത്തിരിക്കുന്ന സ്റ്റാൻഡ്, അവർക്ക് സാമ്പത്തിക സഹായം ഉൾപ്പെടെയുള്ളവരൊരു പിന്നെ WHO നിരസിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അതിൻ്റെ കാരണം ഇത് ഒരു ചൈനീസ് ഏജന്റിന്റെ കളി പോലെയാണെന്നുള്ളത് അവർ പറയാതെ പറയുകയാണ്. ഈ മസൂദ് അസറിന്റെ കാര്യം പറഞ്ഞതുകൊണ്ടാണ്. സർജിക്കൽ സ്ട്രൈക്ക് ഇന്ത്യ നടത്തിയപ്പോൾ മസൂദ് അസറിന്റെ താവളം ഇന്ത്യ നിർവീര്യമാക്കിയല്ലോ. അതിന്റെ പേര് മാർക്കസ് സുബാൻ അള്ള എന്നാണ്, ബഹവാൽപൂരിലെ. ആ സമയത്ത് ഇന്ത്യയുടെ സർജിക്കൽ സ്ട്രൈക്ക് നടന്നതിന് ശേഷം പുലർച്ചയോടുകൂടി അവിടുത്തെ പ്രദേശവാസികൾ സംസാരിച്ചിരുന്നു. അവിടെ അതിന്റെ വീഡിയോയൊക്കെ പുറത്തു വന്നതാണ്. അവർ തന്നെ പറയുന്നുണ്ട് ഇത് മസൂദ് അസറിന്റെ വീടാണെന്ന്. കാരണം ഇതൊരു 18 ഏക്കർ വരുന്ന വലിയൊരു പ്രദേശമാണ്. അവിടെ വലിയ ബിൽഡിംഗ് ഉണ്ട്, അവിടെ മർക്കസ് ഉണ്ട്, അവിടെ കളിസ്ഥലങ്ങളുണ്ട്, അതുപോലെ തന്നെ ആയുധ പരിശീലനം നൽകുന്നതിന് വേണ്ടിയുള്ള മതപഠനശാല, സ്വിമ്മിംഗ് പൂൾ, അങ്ങനെ എല്ലാം ഉണ്ട്. പിന്നെ മസൂദ് അസറും അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളും അദ്ദേഹത്തിന്റെ സഹോദരിയും അവിടെയുണ്ട്, കൊല്ലപ്പെട്ടു. സഹോദരിയുടെ ഭർത്താവ് ഉണ്ടായിരുന്നു, കൊല്ലപ്പെട്ടു. അപ്പോൾ ഇവരൊക്കെ താമസിച്ചു വന്നിരുന്ന ഒരു സ്ഥലമാണ്. എന്നിട്ടും പാകിസ്ഥാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന മസൂദ് അസറോ അത് പാകിസ്ഥാനിൽ ഇല്ലല്ലോ എന്നാണ്. ഇതുവരെ സമ്മതിക്കാത്ത കാര്യമാണ്. ഇന്നേ വരെ പാകിസ്ഥാൻ സമ്മതിച്ചിട്ടില്ല മസൂദ് അസർ പാകിസ്ഥാനിൽ ഉണ്ട് എന്നുള്ള കാര്യം. ആ പ്രതികരണം കേൾക്കാം, അവിടുന്ന് കിട്ടിയ രാവിലത്തെ ബൈറ്റ്. पाकिस्तानी और इंडिया ने जंग शुरू कर दी है। अभी मेरे बहावलपुर सिटी के अंदर मौलाना मसूद अजहर साहब के जो है मदरसा है उसके ऊपर 4 मिसाइल दागे गए हैं। 4 मिसाइलों के साथ हमला किया गया है मौलाना मसूद अजहर साहब के मदरसे के ऊपर। हम अपनी अफवाज पाकिस्तान के साथ खड़े हैं, लेकिन मेरा सवाल है कि हमारी एजेंसीज कहाँ सोई हुई थी, हमारी अफवाज पाकिस्तान कहाँ सोई हुई थी जब ये हमला हुआ। मुजफ्फराबाद की भी खबर आ रही है कि मुजफ्फराबाद वाली साइड पर भी ये अटैक हुआ है, लेकिन सबसे पहले मेरे बहावलपुर सिटी के अंदर अटैक हुआ है। ब्लास्टिक मिसाइल के साथ उन्होंने हमला किया है मौलाना मसूद अजहर साहब के मदरसे के ऊपर। 4 मिसाइल मारे गए हैं। अभी ये कहना कबल वक्त है कि गोया कितनी सच्चाई है इस खबर के अंदर, किस साइड से ये मिसाइल आए हैं, ये अभी कंफर्म होना बाकी है। लेकिन ये कंफर्म न्यूज़ है कि उनके मदरसे के ऊपर 4 मिसाइल मारे गए हैं। ഇത് ഈ പറയുന്ന മസൂദ് അസറിന്റെ ഒരു താല്പര്യമുള്ള ആളുകൾ തന്നെയാണ് ഇത്തരത്തിലുള്ള ഈ വീഡിയോയിൽ സംസാരിക്കുന്നത്. ബഹാവൽപൂരിൽ മസൂദ് അസറിന്റെ മദ്രസയ്ക്ക് മേൽ മിസൈലുകൾ പതിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം. അതുമാത്രമല്ല, അതിനുശേഷം സംസ്കാര ചടങ്ങുകൾ നടന്നപ്പോൾ അപ്പോൾ അവിടെ കൊല്ലപ്പെട്ടത് സ്വാഭാവികമായിട്ടും ആ ഭീകരവാദികൾ തന്നെയാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അവരുടെ സംസ്കാര ചടങ്ങിലാണ് പാകിസ്ഥാന്റെ ആർമിയുടെയും പാക് പട്ടാളത്തിന്റെയും ISIയുടെയും ഒക്കെ പ്രതിനിധികൾ പങ്കെടുത്തത് എന്നുള്ളതാണ്. ഇന്ന് അസംബ്ലിയിൽ സംസാരിക്കുമ്പോൾ തന്നെ പാകിസ്ഥാൻ പ്രധാനമന്ത്രി പറഞ്ഞ കാര്യം, ഷഹബാസ് ഷെരീഫ് പറഞ്ഞ കാര്യം, ഇവിടുത്തെ ഈ പ്രസംഗം തീർത്തതിന് ശേഷം ഞങ്ങൾക്ക് പോകാനുണ്ട്, സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുക്കാൻ പോകാനുണ്ട് എന്നാണ്. അതായത് ഭീകരവാദികളുടെ സംസ്കാരത്തിനായി പാകിസ്ഥാന്റെ പ്രധാനമന്ത്രി തന്നെ പോകുന്നു എന്നുള്ളതാണ് അല്ലേ. അവർക്ക് അനുശോചനം അർപ്പിക്കുന്നു. ഇതൊക്കെ സംഭവിക്കുകയാണ് പാകിസ്ഥാനിൽ. ശ്രീ വേണുഗോപാൽ, ഇതൊക്കെയാണ്. എന്നിട്ട് അന്താരാഷ്ട്ര സമൂഹത്തിന് മുന്നിൽ നിന്നുകൊണ്ട് പാകിസ്ഥാൻ പറയുകയാണ് ഞങ്ങൾ നല്ല പിള്ളമാരാണെന്ന്. അതെ, ശരിക്കും പറഞ്ഞാൽ അസീം മുനീർ എന്ന് പറയുന്ന അവരുടെ ആർമി ജനറൽ തന്നെ ഒരു ടെറർ പിന്നെ ബന്ധമുള്ള ആളാണെന്നുള്ളത് നമുക്ക് വ്യക്തമറിയാമല്ലോ. അദ്ദേഹം മദ്രസ വിദ്യാഭ്യാസം നേടി ഈ പിന്നെ ലഷ്കർ-എ തോയ്ബ പോലുള്ള ഗ്രൂപ്പുകളുമായി സമരസപ്പെട്ടുകൊണ്ട് ISIയുടെ ചീഫായിട്ട് അദ്ദേഹം ഇരുന്നുകൊണ്ട് മുൻകാലങ്ങളിൽ അദ്ദേഹം നടത്തിയത് മുഴുവൻ ഒരു ടെററിസ്റ്റ് ശൈലിയിലുള്ള പ്രവർത്തനമാണ്. ഇപ്പൊ അദ്ദേഹം ആക്രമണത്തിന് തൊട്ടു മുമ്പ് അദ്ദേഹം നടത്തിയ പ്രസംഗം വലിയ തോതിൽ സമൂഹ മാധ്യമങ്ങളിലും ചർച്ചയായതാണ്. അതെ, അത് ഇതെല്ലാം കാണിക്കുന്ന എല്ലാ ഈ ISIയുടെ ചീഫായിരുന്നപ്പോഴും അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്നത് മുഴുവൻ ഇത് തന്നെയാണ്. അതായത് തീവ്രവാദികളെ കൊണ്ട് ഇന്ത്യയെ നേരിടുക എന്നുള്ളൊരു ശൈലിയാണ് അദ്ദേഹം തുറന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ മറ്റൊരു ശൈലി എടുത്തിരിക്കുന്നത് പാകിസ്ഥാന്റെ ഗവൺമെന്റിനെ ഈ തീവ്രവാദവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഒരു തീവ്രവാദ രാഷ്ട്രമായി തന്നെ പോകുന്ന, അല്ലെങ്കിൽ തീവ്രവാദ മൈൻഡ് സെറ്റുള്ള ഒരു രാഷ്ട്രമാക്കി മാറ്റുന്നതിനുള്ള ഒരു ശ്രമമാണ് നടക്കുന്നത്. അതുകൊണ്ടാണ് ഈ 2 നേഷൻ തിയറിയൊക്കെ അദ്ദേഹം ഇത്ര വാശിയായിട്ട് പറയുകയും ഹിന്ദുക്കളുടെ മൈൻഡ് സെറ്റ് വേറെയാണ്, മുസ്ലിങ്ങളുടെ അതൊക്കെ ഈ മദ്രസാ വിദ്യാഭ്യാസത്തിലൂടെ അദ്ദേഹം ശ്രദ്ധിച്ചതാണ്. അദ്ദേഹത്തിൻ്റെ ബേസ് മദ്രസാ വിദ്യാഭ്യാസമാണ്. അതാണ് ഈ 2 നേഷൻ തിയറിയിലൊക്കെ അദ്ദേഹം എപ്പോഴും ഹിന്ദുവിൻ്റെ ലൈഫ് സ്റ്റൈൽ വേറെയാണ്, നമ്മുടെ ലൈഫ് സ്റ്റൈൽ വേറെയാണ്, മുസ്ലിമും ഹിന്ദുവും രണ്ടായിട്ട് പോകേണ്ടവരാണ്, ഒരിക്കലും ഒന്നായി പോകില്ല. പാകിസ്ഥാൻ്റെ രാഷ്ട്രീയം അതുകൊണ്ട് ഈ രീതിയിൽ നമ്മൾ നയിക്കേണ്ടതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യയെ അതുകൊണ്ട് സെപ്പറേറ്റ് ആക്കി നമ്മൾ നിർത്തേണ്ടതാണ്.
അവിടുത്തെ മുസ്ലിങ്ങൾക്ക് പോലും ഈ രീതിയിലാണ് ചിന്തിക്കേണ്ടത് എന്നൊക്കെ ഉള്ള ഒരു നെറേറ്റീവാണ് കൊണ്ടുവന്ന് അതിന് പിന്നാലെയാണ് പഹൽഗാം ആക്രമണം. അതിൻ്റെ ഒരു പ്രാക്ടിക്കൽ എക്സാമ്പിളാണ് പഹൽഗാവിൽ നമ്മൾ കണ്ട ആക്രമണം.